അതേസമയം കെ സി വേണുഗോപാൽ അല്പസമയത്തിന് മുൻപ് മാധ്യമങ്ങളെ കാണുകയുണ്ടായി. ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. ഏത് സാഹചര്യത്തിലാണ് ഇന്ത്യ മുന്നണി മത്സരിച്ചതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞങ്ങളുടെ പണം പിടിച്ചുകൊണ്ടുപോയി തെരഞ്ഞെടുപ്പ് പ്രചരണം സാധ്യമല്ലാത്ത സാഹചര്യം ഉണ്ടാക്കി, അങ്ങനെയൊക്കെ ദ്രോഹിച്ചു, അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചു, പ്രതിപക്ഷത്തെ ഛിന്ന ഭിന്നമാക്കാൻ നോക്കി. അതിനുശേഷവും 233 എന്ന നിലയിലേക്ക് എത്തിയതിന്റെ ക്രെഡിറ്റ് പറയുകയാണ് കെ സി വേണുഗോപാൽ ചെയ്തത്. അതൊരു നേട്ടമായി കാണുകയാണ് കെ സി വേണുഗോപാൽ. എന്തായാലും ഭരണഘടന മാറ്റാൻ പറ്റില്ലല്ലോ എന്ന ആശ്വാസവും അദ്ദേഹം ചെലുത്തുന്നു. 400 എടുക്കുന്നത് 400 പാർ എന്നത് ഭരണഘടന മാറ്റാനാണ് എന്ന പ്രചരണമാണ് പ്രതിപക്ഷ പാർട്ടികൾ വടക്കേ ഇന്ത്യയിൽ ഉൾപ്പെടെ കൃത്യമായി പറഞ്ഞിരുന്നത്. അത് ഒരു കാര്യം ചരിത്രത്തിൽ 10 വർഷത്തിനിടയിൽ ആദ്യമായി കോൺഗ്രസ് 100 സീറ്റിലേറെ ലീഡ് ചെയ്യുന്നു എന്നുള്ള ഒരു അപൂർവത ഈ 10 വർഷത്തിനിടയിൽ ഉണ്ടാകുന്നു. 101 സീറ്റുകളിലാണ് നിലവിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. 101 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി മത്സരിക്കുന്നതിൽ 101 സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു 10 വർഷത്തിനിടയിൽ ആദ്യം. മറ്റൊന്ന്, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ ഒരു കംപ്ലീറ്റ് സ്വീപ്പ് ഇന്ത്യ മുന്നണി നടത്തുന്ന ഒരേ ഒരു സീറ്റ് മാത്രമാണ് ഉത്തർപ്രദേശിൽ ഇത്ര വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണിക്കുള്ളപ്പോൾ അയോധ്യ നിൽക്കുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് കോൺഗ്രസ് ബിജെപിയുടെ ലല്ലു സിംഗ് ഏതാണ്ട് 10,000-ലേറെ വോട്ടിന് പിന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. എസ് പി സ്ഥാനാർത്ഥി മുന്നിൽ നിൽക്കുന്നു പ്രസാദ്. ദക്ഷിണേന്ത്യയിൽ നിന്ന് ഇത്രയും സീറ്റുകൾ കിട്ടിയാലും ചില ചോദ്യങ്ങൾ ബാക്കി നിർത്തുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും ഇത്തവണ ബിജെപിയുടെ നേതൃത്വം എന്നുള്ളത്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം ഇത്രമേൽ ഇടിഞ്ഞത് വലിയ ചർച്ചയാകും. യോഗിയും മോദിയും ഉണ്ടായിട്ടും ഉത്തർപ്രദേശിൽ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടി വരും. ഉത്തർപ്രദേശിൽ ഇത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് അവകാശപ്പെടുമ്പോഴും ഉത്തർപ്രദേശുകാർ എന്തുകൊണ്ട് മറിച്ച് ചിന്തിച്ചു എന്നുള്ള ചോദ്യം. അയോധ്യ വോട്ടായില്ലേ, വോട്ടായോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടി വരും. ഉറപ്പായും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. കൈവിട്ട സഖ്യങ്ങളൊക്കെ തിരിച്ചടിയായി എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ഇന്ത്യയുടെ ആദ്യ കണക്കുകൂട്ടലുകൾ. എന്തായാലും ഉത്തർപ്രദേശിൽ വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. അത് എസ് പി ഒരു ഗംഭീര മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം എന്തെന്ന് വോട്ടെണ്ണി ആദ്യ റൗണ്ടുകളിൽ മനസ്സിലായെന്ന് കെ സി വേണുഗോപാൽ പരിഹസിക്കുന്നു. ഇതുൾപ്പെടെയുള്ള ഒരുപാട് ട്രോളുകൾ നമ്മൾക്ക് ഇനി കാണേണ്ടി വരും എന്നതാണ് എൽദോ തോന്നുന്നത്. എന്തായാലും വലിയ പ്രചാരണമായിരുന്നു. 10 ലക്ഷം വോട്ട് നേടുക എന്നതായിരുന്നു ലക്ഷ്യം. കഴിഞ്ഞ തവണ ഉണ്ടായ ഭൂരിപക്ഷം ഉയർത്തുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ അതിലേക്കൊന്നും പോയില്ല. കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് രാജ്യം ഭരിക്കാൻ ഭൂരിപക്ഷം നേടിയവർ ഇപ്പോൾ മുന്നണിയായി 290-ൽ ഒതുങ്ങുന്ന സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അതേസമയം വളരെ പ്രതികൂല സാഹചര്യങ്ങളിലാണ് ഞങ്ങൾ 234ലേക്ക് എത്തിയത് എന്നാണ് കോൺഗ്രസിന്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാൽ വിശദീകരിക്കുന്നത്. ഇപ്പോൾ ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിനെ പ്രധാനമന്ത്രി അങ്ങോട്ട് വിളിച്ച് അഭിനന്ദിച്ചിരിക്കുന്നു. മുന്നണി ശക്തിപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരങ്ങൾ കൂടി വരികയാണ്. ഘടകകക്ഷികളെ ഒപ്പം നിർത്താനുള്ള കൃത്യമായ ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ബിജെപി നേതൃത്വം എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും കേരളത്തിന്റെ കാര്യം ചിത്രം വ്യക്തമാണ്. UDF 18 ഇടങ്ങളിൽ, LDF ഒരിടത്ത്, ബിജെപി ഒരിടത്ത്. കഴിഞ്ഞ തവണ തൃശൂരിൽ നിന്ന് നോട്ടയുടെ കണക്ക് വീണ്ടും വരുന്നു. ബിജെപി വലിയ രീതിയിൽ ലീഡ് ഉയർത്തിയപ്പോൾ നോട്ടയും ലീഡ് ഉയർത്തി. 5,910 6,000 വോട്ട് നോട്ടയ്ക്ക് പോയിട്ടുണ്ട് തൃശ്ശൂരിൽ. ഇത്ര ടൈറ്റ് മത്സരം നടന്ന തൃശ്ശൂരിൽ 6,000 വോട്ടാണ് പോയിരിക്കുന്നത് നോട്ടയ്ക്ക്. തൃശൂർ അവിടെ ബിജെപി വിജയം ഉറപ്പാക്കുമ്പോൾ തിരുവനന്തപുരവും ആറ്റിങ്ങിലും ഏറ്റവും ഒടുവിൽ സസ്പെൻസിലായി നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് ശശി തരൂർ ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിൽ കൃത്യമായി ലീഡ് ഉയർത്തുന്ന സാഹചര്യം. 1 ലക്ഷത്തിലേറെ വോട്ടിനാണ് ഷാഫി പറമ്പിൽ വടകരയിൽ ലീഡ് എടുത്തിരിക്കുന്നത്.